എന്നോട് പലരും ചോദിക്കാറുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങേണ്ടതെന്ന്. സാധാരണഗതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ കാണൂ, ന്യൂസ് പേപ്പർ വായിക്കൂ, ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കൂ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടങ്ങൾ കാണൂ എന്നൊക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ച് നോക്കാറില്ല. നമ്മുടെ അടുത്തേക്ക് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളോ ചൈനീസ് അറിയാവുന്ന ആളോ ഹിന്ദി അറിയാവുന്ന ഒരാളോ വരെയാണെന്ന് വിചാരിക്കാം. നിങ്ങൾ അവരോട് എങ്ങനെയാണ് മലയാളം പഠിക്കാൻ പറയുക? നമുക്കെല്ലാവർക്കും മലയാളം അറിയാം. നിങ്ങൾക്ക് മലയാളം എങ്ങനെയാണ് അവരെ പഠിപ്പിക്കാൻ പറ്റുക? മലയാളം വാർത്ത കാണാനും മലയാളം ന്യൂസ് പേപ്പർ വായിക്കാനും ഒക്കെ പറഞ്ഞാൽ ശരിയാവുമോ? നമ്മളെന്താ പറയുക, നമ്മുടെ കൂടെ കൂടിക്കോളൂ, ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കൂ, മനസ്സിലാവാത്ത കാര്യങ്ങൾ പറയൂ, പിന്നെ അവരുടെ അടുത്ത് നമ്മൾ 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവർക്ക് അതിന് ഉത്തരം പറയാൻ പറ്റാത്തപ്പോൾ നമ്മൾ അവരെ സഹായിക്കും, അല്ലേ? അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് മലയാളം സംസാരിക്കാൻ പറ്റും. ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവർ പെട്ടെന്ന് പറഞ്ഞു തുടങ്ങും, അല്ലേ? അല്ലാതെ ന്യൂസ് കേട്ടാലും പുസ്തകം വായിച്ചാലും പെട്ടെന്ന് മലയാളം പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ അവർക്ക് മലയാളത്തിൻ്റെ വല്ല പരീക്ഷയാണ് പാസ്സാവേണ്ടതെങ്കിലോ? അപ്പം നമ്മൾ പറയും ഗ്രാമർ ലെസൺസ് ഒക്കെ കാണണം, ഏതെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്യൂ, അങ്ങനെ പറയൂലേ? അതേമാതിരി തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം. നിങ്ങൾക്ക് എക്സാം പാസ്സാവാനാണ് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഗ്രാമർ ലെസൺസ് ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഞാൻ തുടങ്ങിയിരുന്നു. അത് പഠിച്ചാൽ ബേസിക്സ് പഠിക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഗ്രാമർ കുറേ ഉണ്ട്, അപ്പോൾ അത് മുഴുവൻ വായിച്ച് പഠിച്ച് ഓർമ്മയിൽ നിൽക്കില്ല. അതുകൊണ്ടാണ് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ലെസൺസ് മാത്രം എടുത്തിട്ട് ബിഗിനേഴ്സ് ചലഞ്ച് ചെയ്തത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഫോം ചെയ്യാനും കറക്റ്റായിട്ട് എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടതെന്ന് കുറച്ച് ആലോചിച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കുറേ മോഡൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ചോദ്യങ്ങളും നിങ്ങൾ വരുന്ന മിസ്റ്റേക്സും മനസ്സിലാക്കി എക്സാം പാസ്സാവാൻ പറ്റും. പക്ഷെ പലപ്പോഴും ഈ എക്സാം നടത്തുന്നതിനാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമോ അതറിയാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ എക്സാം എഴുതാൻ വേണ്ടി മാത്രം ഇംഗ്ലീഷ് പഠിച്ചിട്ട് കാര്യമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതറിയാവുന്ന കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് സംസാരിക്കാൻ ആൾ വേണം, അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കി തരുമോ, എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ മാഡത്തിനോട് സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള 2 എളുപ്പമുള്ള ടെക്നിക്സ് ആണ് ഞാൻ പറയണത് കേട്ടോ ഈ വീഡിയോയിൽ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീരെ അറിയില്ലെങ്കിൽ ആ ബേസിക്സ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ചലഞ്ച് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ആ വീഡിയോ സീരീസിൽ 13 വീഡിയോസാണ് ഉള്ളത്. നിങ്ങളത് കണ്ടിട്ട് അതിൻ്റെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് ബേസിക്സ് ഒന്ന് റെഡിയാക്കുക. അതിലെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് മുഴുവൻ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുക, നമ്മൾ മാക്സിമം ശ്രമിക്കുക. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് തെറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. അത്രയും ചെയ്താൽ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് റെഡിയാവും. പക്ഷേ അതുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 13 ലെസൺ വെച്ചിട്ട് ഞാൻ ബിഗിനേഴ്സ് ചലഞ്ച് നിർത്തിയത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള, ധൈര്യപൂർവ്വം സംസാരിക്കാനുള്ള കാര്യങ്ങൾ ശരിയാക്കാം. അതിൽ നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, കഷ്ടപ്പെട്ട് പഠിക്കരുത്, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ലേണിംഗ് ഫണ്ണാക്കിയാൽ മാത്രമേ നമുക്കത് വീണ്ടും ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് നല്ല ഫണ്ണായിട്ട് ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക നോക്കാം. അതിൽ ആദ്യത്തെ ടെക്നിക്കാണ് ഷാഡോയിങ്. നമ്മൾ വേറൊരാൾ പറയുന്നത് പോലെ പറഞ്ഞ് കേട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പോൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾ പറയുന്നത് കേട്ട് സംസാരിച്ചാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റില്ലേ. അതിന് കൂടെ നമുക്ക് എപ്പോഴും ഒരാൾ നിർത്തുക, ഒരു ട്രെയിനർ നിർത്തുക, നമുക്ക് പേഴ്സണലായിട്ട് ട്രെയിനർ നിർത്തുക എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി ആൾക്കാർ കണ്ടുപിടിക്കുന്ന സ്ട്രാറ്റജിയാണ് ഷാഡോയിങ്. ഷാഡോയിങ്ങിനെ കുറിച്ച് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഇപ്പോഴും അതിൻ്റെ ഇമ്പോർട്ടൻസോ എത്ര യൂസ്ഫുൾ ആണെന്നോ ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷാഡോയിങ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മൊബൈലും ഒരു ഇയർഫോണും മാത്രം മതി സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട്. I have never understood why some people are lucky enough to be born with the chance that I had to have this path in life, and why across the world there's a woman just like me with the same abilities and the same desires, same work ethic and love for a family, who would most likely make better films and better speeches. Only she sits in a refugee camp and she has no voice. She worries about what her children will eat, how to keep them safe, and if they'll ever be allowed to return home. I don't know why this is my life and that's hers. ഇപ്പം ഞാൻ ചെയ്തത് ഷാഡോയിങ് ആണ്. ഒരാളുടെ സ്പീച്ച് ഞാൻ അവർ പറയണ ട്യൂണിൽ, അവർ പറയണ ആക്സെൻറ്റിൽ, അവർ പറയണ പ്രൊനൗൺസിയേഷൻ സ്റ്റൈലിൽ പറഞ്ഞു. ഏത് ലാംഗ്വേജും പഠിക്കാനുള്ള ഏറ്റവും നല്ല സ്ട്രാറ്റജിയാണ് ഷാഡോയിങ്. പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള അവസരമില്ലാത്തതാണ്
ഇംഗ്ലീഷ് നമ്മുടെ ഫ്ലുവൻ്റ് ആവാതിരിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്പീച്ചോ ഏതെങ്കിലും ഒരു മൂവിയുടെ സീനോ എടുത്തിട്ട് ഒരാളുടെ ഡയലോഗ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വൃത്തിക്ക് ആ പറയുന്ന കാര്യം മനസ്സിലാക്കിയ ശേഷം സബ് ടൈറ്റിലൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് അത് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മളൊരു ഹെഡ്ഫോൺ വെച്ചിട്ട് ഇവർ പറയുന്ന കേൾക്കുന്നതിനൊപ്പം, അപ്പോൾ അവർ പറയുന്നതിനോടൊപ്പം നമ്മളും പറയാം. ഈ പറയുന്ന സമയത്ത് നമ്മളത് മൊബൈലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് നമ്മുടെ വോയിസിലെ അതൊന്ന് കേൾക്കുക. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് നമ്മുടെ പ്രൊനൗൺസിയേഷൻ പ്രശ്നങ്ങൾ, അതുമാതിരി എവിടെയൊക്കെയാണ് ആ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒരുമിച്ച് പറയേണ്ടത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയണതെന്ന്, അതുപോലെ കോൺട്രാക്ഷൻസ് ഉണ്ട് അത് നമ്മൾ മിസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ സ്പീച്ച് നന്നായി ഷാഡോ ചെയ്ത് നല്ല പെർഫെക്റ്റ് ആക്കിയ ശേഷം നമുക്ക് വേറൊരു ക്ലിപ്പ് എടുത്തിട്ട് ഇതുമാതിരി ഷാഡോ ചെയ്യാം. പലപ്പോഴും നമുക്ക് സംസാരിക്കാനുള്ള ആ പ്രോബ്ലം വരുന്നത് നമ്മൾ ഇതുവരെ സംസാരിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നാട്ടിൽ ജീവിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് പോലും കണ്ടിന്യൂസ് ആയി ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു അവസരം നമുക്ക് ഉണ്ടാവണില്ല. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് ഒരു 5 മിനിറ്റ് ഇംഗ്ലീഷ് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുക? ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യം അറിയണമുണ്ടോ, വായിക്കുമ്പോൾ മനസ്സിലാവണമുണ്ടോ? സംസാരിക്കാൻ കഴിയാത്തപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും അല്ലേ, അയ്യോ നമ്മളെ കൊണ്ട് കഴിവില്ലാന്ന്. നമ്മൾ സംസാരിക്കാൻ പരിശീലിച്ചാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഷാഡോയിങ് ചെയ്യണം. കുട്ടികളും സ്കൂൾ കുട്ടികളും ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ പുറത്തൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ആൾക്കാരില്ലേ, പുറത്ത് നഴ്സിംഗ് ജോലിയോ അല്ലെങ്കിൽ ടീച്ചിങ് ജോലിയോ അല്ലെങ്കിൽ എന്ത് ജോലി ആയിക്കോട്ടെ പുറത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വായിൽ ആ ഇംഗ്ലീഷ് വഴങ്ങണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഷാഡോയിങ് ആണ് ഏറ്റവും നല്ല ടെക്നിക്ക്. ഇപ്പം ഞാൻ ഷാഡോയിങ്ങിന് വേണ്ടി ഉപയോഗിച്ച വീഡിയോ ആഞ്ചലീന ജോലിയുടെ ഒരു വീഡിയോ ആണ്. ആൾ UN-ലോ മറ്റോ കൊടുക്കുന്ന സ്പീച്ചിൻ്റെ ഒരു ഭാഗമാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ അത് ഉപയോഗിച്ചോളൂ. മാത്രമല്ല ഇഷ്ടംപോലെ വീഡിയോസ് ഓൺലൈൻ അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു പാർട്ട് എടുത്ത് നിങ്ങൾ ഷാഡോയിങ് ചെയ്യാം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഷാഡോയിങ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ വോയിസ് റെക്കോർഡ് ചെയ്യണം കേട്ടോ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം നമ്മൾ കേൾക്കുമല്ലോ, പക്ഷെ അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ്, നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് മനസ്സിലാവില്ല. റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോഴാണ് എക്സാക്ട്ലി എവിടെയാണ് പ്രശ്നം, എന്താണ് പ്രശ്നം നമുക്ക് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഷാഡോയിങ് എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഏത് കാര്യവും പഠിക്കണമെങ്കിൽ പഠിപ്പിക്കലാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് നല്ല ഉറപ്പാവും. അപ്പോൾ നിങ്ങൾ ആരും ഇപ്പോൾ പഠിപ്പിക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല അല്ലേ. അപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കണ കാര്യങ്ങൾ എഴുതി വയ്ക്കുക ഒരു ബുക്കിൽ, എന്നിട്ട് അതുപയോഗിച്ച് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ അറിയാവുന്ന കാര്യങ്ങൾ അതിൽ പഠിപ്പിക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നിങ്ങൾ പബ്ലിക്കായിട്ട് ഇടുന്നൊരു കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് ആ സംഭവം കറക്റ്റ് ആവണമെന്ന് ഉള്ളിലൊരു നിർബന്ധം ഉണ്ടാവും. ഇപ്പോൾ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ഇടാൻ നിൽക്കില്ല. ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇടുന്ന വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കും, പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം, ഗ്രാമർ കറക്റ്റ് ആയിരിക്കണം, സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കും മിക്കവാറും നിങ്ങൾ വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് വരും, എനിക്ക് സംസാരിക്കാം, എനിക്ക് ഇംഗ്ലീഷ് പറയാം, സെന്റൻസസ് ഉണ്ടാക്കാം. നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ച കാര്യങ്ങൾ നല്ല ഷുവർ ആവും. മാത്രമല്ല നല്ല രസമുള്ള കാര്യമാണ് യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കി നമ്മുടെ വീഡിയോസ് അവിടെ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോ കണ്ടിട്ട് വേറെ ആർക്കെങ്കിലും പഠിക്കാൻ പറ്റിയാൽ അതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഒരു ഇംഗ്ലീഷിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ നോക്കുക. അപ്പോൾ യൂട്യൂബ് ചാനലിൽ അറിയാവുന്ന കാര്യങ്ങൾ, നന്നായി അറിയാവുന്ന കാര്യങ്ങൾ പറയുക, പിന്നെ അറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുക. നന്നായി പഠിച്ചിട്ട് വേണം അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആവും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് നല്ല അറിവുണ്ടാവും. പിന്നെ ഷാഡോയിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. മാത്രമല്ല ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോൺവെർസേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളോടൊപ്പം എന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്ത ബിഗിനേഴ്സിനുള്ള വീഡിയോ സീരീസിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാനുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്കൊരു മടി തോന്നാണ്ട് ഇംഗ്ലീഷ് കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ സീരീസ് തുടങ്ങുമ്പം അതിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പാടുപെടുന്നത്. അപ്പോൾ ഈ വളരെ എഫക്റ്റീവായ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.